വനത്തിനടുത്തുള്ള ഒരു ഗ്രാമമായിരുന്നു കേളുപുരം. അവിടെ ഒരു ചെറിയ വീട്ടിലാണ് മഞ്ഞക്കോഴിയമ്മയും 2 മക്കളും ജീവിച്ചിരുന്നത്. അവർ ദിനവും വനപാതയിലൂടെ തീറ്റ തേടി പോകുമായിരുന്നു. പകൽ മുഴുവൻ വനത്തിൽ ചിക്കിപ്പെറുക്കി വിശപ്പ് മാറ്റും. അവരുടെ അയൽക്കാരായിരുന്ന വെള്ളച്ചക്കയ്ക്കും 2 കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉണർന്നെഴുന്നേറ്റ് മുറ്റത്ത് തീറ്റ തിന്ന ശേഷം അവർ വനത്തിലേക്ക് പോയിരുന്നു. ചിലപ്പോൾ വനത്തിൽ വച്ച് അവർ മഞ്ഞക്കിളിയെ കണ്ടിരുന്നു. മഞ്ഞക്കിളിയും മഞ്ഞക്കോഴിയും ചങ്ങാതിമാരായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ അവർ പതിവ് പോലെ എഴുന്നേറ്റ് വനത്തിലേക്ക് പോയി. അവർ ചിക്കിച്ചികഞ്ഞ് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അടുത്തെവിടെയോ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. അയ്യോ അമ്മേ, എന്നെ എന്തിനാണ് ഉപേക്ഷിച്ചു പോയത്? അയ്യോ, വയ്യാത്ത ഞാൻ ഒറ്റയ്ക്കായി. എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി. അവശനായി എനിക്ക് എങ്ങോട്ടും പോകാനില്ല. എനിക്ക് ആരുമില്ല. ഞാൻ ആരെ എന്തു ചെയ്യാനാണ്? ആരോഗ്യം പോലുമില്ല. കോഴിയമ്മ എന്നെ മകനായി സ്വീകരിക്കണം. മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ കുറുക്കൻകുട്ടിയെ അവർ വീട്ടിലേക്ക് കൂട്ടി. ഈ വീട്ടിൽ മനുഷ്യരൊക്കെ ഉള്ളതല്ലേ അമ്മേ? അവർ കണ്ടാൽ എന്നെ ഉപദ്രവിക്കും. നീ അയൽപക്കത്തെ വെള്ളച്ചക്കയുടെ വീട്ടിൽ കിടന്നോളൂ. അവിടെ പകൽ മാത്രമേ കൃഷിക്കാർ വരാറുള്ളൂ. അമ്മേ, ഹൗ, ഇവിടെ കിടക്കാം. ആരും കണ്ടില്ല. നിന്റെ കൂടെ ഒരു പുതിയ അതിഥി പോകുന്നതല്ലോ. അത് ഒരമ്മ ഉപേക്ഷിച്ച കുട്ടി കുറുക്കനാണ്. അത് കൊള്ളാം. കുറുക്കനും കോഴിയും നല്ല കൂട്ട്. അലുവയും മത്തിക്കറിയും പോലുണ്ട്. പിറ്റേ ദിവസം രാവിലെ കോഴിയമ്മയും കുഞ്ഞുങ്ങളും കാട്ടിലേക്ക് പോയപ്പോൾ കുറുക്കനും കൂടെ കൂടി. മഞ്ഞക്കിളി അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ മഞ്ഞക്കോഴിയുടെ സഹോദരി സുന്ദരിക്കോഴി മഞ്ഞക്കോഴിയെ കാണാൻ വന്നു. നീ അറിഞ്ഞോ, ഇന്നലെ രാത്രി മുതൽ ചക്കിയുടെ ഒരു കുഞ്ഞിനെ കാണാനില്ലെന്ന്? അയ്യോ എന്റെ മോളെ, നീ എവിടെയാണ്? ആരാണ് എന്റെ കുഞ്ഞിനെ കട്ടുകൊണ്ട് പോയത്? കുട്ടിക്കുറുക്ക, നീ അറിഞ്ഞോ, ചക്കിക്കോഴിയുടെ കുഞ്ഞിനെ ആരോ കട്ടുകൊണ്ടുപോയി. ചക്കിയുടെ ഒരു കുഞ്ഞിനെ കാണാനില്ലെന്ന് കേട്ടു. അതെ, കുട്ടിക്കുറുക്കൻ ഇന്ന് രാത്രി മുതൽ സൂക്ഷ്മതയോടെ ആരും വരാതെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വയറ്റിലായിരിക്കും അവൻ സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത്. അടുത്ത ദിവസം നേരം പുലർന്നു. മഞ്ഞക്കോഴി, ചക്കിയുടെ 2ാമത്തെ മകളെയും ആരോ കട്ടുകൊണ്ടുപോയി. അയ്യോ എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എവിടെയാണ്? ഇത് ഞാൻ എങ്ങനെ സഹിച്ചു? എടാ കുട്ടിക്കുറുക്ക, ചക്കിയുടെ 2ാമത്തെ കുഞ്ഞിനെയും കാണാനില്ല. ഞാൻ ഇന്നലെ അല്പം മയങ്ങിപ്പോയി. അപ്പോഴെങ്ങാനുമായിരിക്കും. മഞ്ഞക്കോഴി, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. രാത്രിയായപ്പോൾ മഞ്ഞക്കോഴിയും മക്കളും ഉറങ്ങാൻ തയ്യാറായി. അവർ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം കേട്ട് കോഴിയമ്മ ഉണർന്നു.
അമ്മേ, ഇത് ഞാനാണ്. ചക്കിയുടെ വീട്ടിൽ വലിയ തണുപ്പ്. പിന്നെ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യേണ്ട എന്ന് കരുതി. ആട്ടെ കുട്ടി കുറുക്ക, ഞങ്ങൾ ഈ കാട്ടിൽ ചിക്കി ചികഞ്ഞ് തിന്നുന്നുണ്ട്. നീ എങ്ങനെയാ വിശപ്പ് മാറ്റുന്നത്? അയ്യോ, ഞാൻ ശുദ്ധ വെജിറ്റേറിയനാണ്. വല്ല ക്യാരറ്റോ ക്യാബേജോ ഒക്കെ കഴിക്കൂ. എന്താ വിശ്വാസം വന്നില്ലേ? സത്യമായിട്ടും അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. അന്ന് രാത്രിയും ഒരു ശബ്ദം കേട്ട് കോഴിയമ്മ ഉണർന്നു. ആരാ ആരാ അവിടെ? പുറത്തിറങ്ങി വാടാ. എടാ പുറത്തിറങ്ങാൻ. അയ്യോ, എന്താടാ കുറുക്ക? കുഞ്ഞി കോഴിയെ വിടടാ. എടാ വിടാൻ. അയ്യോ അമ്മേ, കോഴിക്കുഞ്ഞ് തണുത്ത് വിറയ്ക്കുന്ന കണ്ടപ്പോൾ കുറച്ച് ചൂട് കൊടുത്തതാണ്. ഇങ്ങനെയാണോടാ ചൂട് കൊടുക്കുന്നത്? അയ്യോ അമ്മേ, അമ്മയില്ലാതെ വളർന്നതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ക്ഷമിക്കൂ അമ്മേ, ക്ഷമിക്കൂ. പിറ്റേ ദിവസവും അവർ രാവിലെ വനത്തിലേക്ക് പുറപ്പെട്ടു. പക്ഷേ പതിവില്ലാതെ ഒരു വഴിയിലൂടെയാണ് അവർ നടന്നത്. അവർ സത്യം പറയും പുഴയിലെത്തി. ഈ പുഴയിൽ നോക്കി നിന്നാൽ നമുക്ക് കള്ളം പറയാൻ കഴിയില്ല. അതാണ് സത്യം പറയും പുഴ. ഹായ്, നല്ല രസമുണ്ട്. നമുക്ക് എന്നും ഇവിടെ വരാം. എല്ലാവർക്കും അവിടം വളരെ ഇഷ്ടപ്പെട്ടു. ആ രാത്രി പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. വളരെ ശാന്തമായ ഒരു രാത്രിയായിരുന്നു അത്. അടുത്ത പ്രഭാതത്തിൽ പതിവ് പോലെ അവർ വനത്തിലേക്ക് പോയി. സത്യം പറയും പുഴയിലേക്കാണെന്നറിഞ്ഞപ്പോൾ മഞ്ഞക്കിളിയും കൂടെ കൂടി. വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അന്നവർ സത്യം പറയും പുഴയിലേക്ക് പോയത്. അവർ അവിടം നന്നായി ആസ്വദിച്ചു. കുറുക്കൻ മുന്നിലേക്ക് നടന്ന് വെള്ളത്തിൽ മുഖം നോക്കി നിന്നു. ഹായ്, ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട്. അവൻ വെള്ളത്തിലേക്ക് നോക്കി ഒരു പ്രതിമ പോലെ അങ്ങനെ നിന്നപ്പോൾ കോഴിയമ്മ ഒരു ചോദ്യം ചോദിച്ചു. ആട്ടെ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? അവൻ അറിയാതെ പറഞ്ഞുപോയി. കോഴിക്കുഞ്ഞ്. കോഴിയമ്മയ്ക്ക് വലിയ ദേഷ്യമുണ്ടായി. വെള്ളത്തിലേക്ക് ഊർന്നുപോയ അവൻ ഒരുവിധം കരകയറി ഓടടാ ഓട്ടമോടി. അവർക്ക് അത് വളരെ രസകരമായി തോന്നി. അവർ മൂവരും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ചക്കയുടെ മുട്ടകൾ പിന്നെയും വിരിഞ്ഞു. ചക്കയും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ അവിടെ പാർത്തു.